സമസ്തയ്ക്ക് നാടുകളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുമുള്ള ഒരു സംഘം. ആ സംഘത്തിന് കീഴിലായിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് മജ്‌ലിസുൻ നൂർ നടക്കുന്നത്. മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠതകളൊക്കെ നാം പലരും കേട്ടതാണ്. ഇസ്ലാമിൽ ഒരുപാട് ധർമ്മയുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഗതയെ നിർണയിച്ച ഏറ്റവും മഹത്തായ യുദ്ധമാണ് ബദർ യുദ്ധം. കേവലം 313 ധർമ്മ പോരാളികൾ അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന സായുധരായ സമ്പത്ത് കൊണ്ടും ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും വലിയ മികച്ച കെട്ടുറപ്പുള്ള ശത്രു സൈന്യത്തോട് വലിയ രീതിയിൽ പടപൊരുതുകയും ആ മഹത്തായ യുദ്ധത്തിൽ ഇസ്ലാമിക പക്ഷം വിജയം കൈവരിക്കുകയും ചെയ്ത ആ ചരിത്രം. അത് തുടർന്നിങ്ങോട്ട് മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളെ അള്ളാഹുവും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏത് നിലയിലാണ് ബഹുമാനിച്ചത് എന്ന് നാം പലവരും കേട്ടതാണ്. അവർ എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും അവരെ കുറിച്ച് ആക്ഷേപിക്കാൻ പോലും പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു. ആ മഹാന്മാരായിട്ടുള്ള അത്ര കണ്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശ്രേഷ്ഠത കൽപ്പിച്ച് ബഹുമാനിച്ച് ആദരിച്ച ബദരീങ്ങളുടെ പേര് ചൊല്ലിയാണ് ഈ മജ്‌ലിസുൻ നൂർ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. പഴയ കാലത്തുണ്ടായിരുന്ന ബദരിയത്ത് തന്നെ, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തകളുടെ ജമിയത്തുൽ ഉപാധ്യക്ഷനായിരുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ അള്ളാഹു എടുത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. തങ്ങളുടെ പ്രത്യേകമായ ഇജാസത്ത് പ്രകാരം കേവലം ജവാബ് ചെല്ലുന്നതിലുപരിയായി ആ പേരുകൾ ഓരോരുത്തരും ആ മജ്‌ലിസിൽ ചേർന്ന് ഓരോരുത്തരും ആ പേരുകൾ ഉച്ചരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യമായി സംഗ്രഹിച്ചെടുത്ത ഈ മജ്‌ലിസുൻ നൂറിന് വളരെ ശ്രേഷ്ഠതകളുണ്ട്. പലപ്പോഴും പലയിടത്തായി പല ആളുകൾക്കും വലിയ രീതിയിലുള്ള ഫലപ്രാപ്തികൾക്കും ഒക്കെ അതിന് നിദാനമായിട്ടുണ്ട്. ആ മജ്‌ലിസുൻ നൂറിന്റെ വാർഷികമാണ് ഈ മഹത്തായ ചേവാർ എന്ന പ്രദേശം. സുന്നത്ത് ജമാഅത്തിന്റെ ഇക്കാലത്തെ മികച്ച ഒരു അടയാളപ്പെടുത്തലുകളായി നിലകൊള്ളുന്ന ഈ പ്രദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വം ബഹുമാന്യരായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാണ്. തങ്ങളുടെ പ്രത്യേക താല്പര്യം എന്നും എപ്പോഴും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് ജമാഅത്തിന്റെ വിഷയത്തിലാണെങ്കിലും മദ്രസയുടെ വിഷയത്തിലാണെങ്കിലും സമസ്തയുടെ വിഷയത്തിലാണെങ്കിലും ആ ഒരു തൗഫീഖ് ഇനിയും അള്ളാഹു നേർത്തിരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ഇഷ്ക് മജ്‌ലിസും ഒക്കെ നടക്കാനുണ്ട്. ഇത്തരത്തിലുള്ള മജ്‌ലിസ് കൊണ്ട് നാം ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വയം ശുദ്ധീകരണമാണ്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഇനിയെങ്കിലും അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം ഈ മജ്‌ലിസിലെല്ലാം പങ്കെടുത്തുകൊണ്ട് രാവേറെ ചെന്ന് നാം നാളെ സുബഹിക്ക് സുബഹി നിസ്കാരം ഖളാക്കി അലി ചെയ്തതിന്റെ ഫലമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആ നിലയിൽ മഹാന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് കേവലം അവരുടെ മദ്ഹ് പാടുക പറയുക എന്നതിലുപരിയായി അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളടക്കമുള്ള സ്വഹാബാക്കൾ നിസ്കാരത്തിന്റെ കാര്യത്തിലും ഖുർആന്റെ കാര്യത്തിലുമൊക്കെയുള്ള കണിശത എപ്പോഴും പുലർത്തിയിരുന്നു. അവരുടെ ജീവിതത്തിൽ അത് എല്ലാ ദിവസവും നിത്യവൃത്തിയിൽ എന്ന പോലെ അതിൽ കണിശത പുലർത്തിയിരുന്നു. ആ നിലക്ക് നിസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാം ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന എല്ലാ നന്മകളും ഇന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കണം. ചെയ്തു പോന്നിരുന്ന എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് ഇന്നു മുതൽ സാധിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തായ മജ്‌ലിസിന് വേണ്ടി സഹകരിച്ച് ഓരോരുത്തർക്കും അള്ളാഹു തക്കതായിട്ട് പ്രതിഫലം നൽകുമാറാകട്ടെ. ഗൾഫ് നാടുകളിലും മറുനാടുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ